അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരി മാസത്തിൽ ചുമതലയേൽക്കാൻ പോകുകയാണ്. അമേരിക്കയുടെ പുതിയ വിദ്യാഭ്യാസ സെക്രട്ടറിയായി ലിൻഡ മെക്മാനെ ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലടക്കം കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയപ്പെട്ട റെസ്ലിംഗ് പരിപാടിയായ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിന്റെ മുൻ സിഇഒയാണ് ലിൻഡ. റെസ്ലിംഗിനെ അമേരിക്കയ്ക്ക് പുറമെ മറ്റ് ഭൂഖണ്ഡങ്ങളിലും പ്രശസ്തമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് ലിൻഡ. രാജ്യമാകെ സ്കൂൾ വിദ്യാഭ്യാസ വികസനത്തിന് ലിൻഡ അക്ഷീണം പ്രവർത്തിക്കുമെന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ലിൻഡയുടെ ഭർത്താവായ മക്മാനെ രാജ്യത്തെ ചെറുകിട ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തലവനായി നിയമിച്ചിരുന്നു. ലോണുകളും ദുരന്ത നിവാരണം ഒപ്പം ബിസിനസ് കരാർ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കൽ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ കടമകൾ. 2009 ലിൻഡ കണക്റ്റിക്കട്ട് ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ 1 വർഷം സേവനമനുഷ്ഠിച്ചിരുന്നു. കണക്റ്റിക്കട്ടിലെ സേക്രഡ് ഹാർട്സ് സർവകലാശാലയിൽ ബോർഡ്സ് ഓഫ് ട്രസ്റ്റിയായും വർഷങ്ങളോളം സേവനം അനുഷ്ഠിച്ചിരുന്നു. ഒരു അധ്യാപികയാകണം എന്ന തന്റെ മോഹം മാറ്റിവെച്ചാണ് റെസ്ലിംഗ് ബിസിനസ്സിലേക്ക് ലിൻഡ തിരിഞ്ഞത്. ഭർത്താവ് വിൻസെന്റ് കെന്നഡി മെക്മാനൊപ്പം 1980കളിൽ ക്യാപിറ്റോൾ റെസ്ലിംഗ് കമ്പനിയുടെ തലപ്പത്തെത്തിയ ലിൻഡ അതിന്റെ WWE എന്ന പ്രശസ്ത റെസ്ലിംഗ് ബ്രാൻഡ് ആക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. 2009 കമ്പനി സിഇഒ പദവിയിൽ നിന്ന് രാജിവെച്ച് ലിൻഡ രാഷ്ട്രീയത്തിൽ ഒരു കൈനോക്കാൻ പുറപ്പെട്ടു. എന്നാൽ 2010ലും 2012ലും അവർ തോറ്റു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയോടുള്ള അവരുടെ കൂറ് വൈകാതെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തമായി. ട്രംപിന്റെ 2016ലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് $6 മില്യൺ അവർ നൽകിയത് വലിയ വാർത്തയായി. 2020 ട്രംപിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച അമേരിക്ക ഫസ്റ്റ് ആക്ഷൻ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ സാരഥ്യം വഹിച്ചു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പങ്കും വഹിച്ചു. ഇതാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതൃപദവിയിലേക്ക് ലിൻഡയെ തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയത്. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കാൻ നടപടികൾ തുടങ്ങാനാണ് നീക്കം. ഭീമമായ ചെലവും സാമൂഹ്യ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ആദ്യം പുറത്താക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഏകദേശം 4,25,000 പേരാണ് ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടുക. കൂട്ട നാടുകടത്തലിലൂടെ ആകെ 10 മില്യണിലധികം പേരെ പുറത്താക്കിയേക്കും. ഇവരിലധികവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നടപടിയെന്നും വിശദീകരണമുണ്ട്. ഏകദേശം $300 ബില്യൺ മുതൽ $1 ട്രില്യൺ വരെ ഇതിനായി ചെലവ് വരും എന്നാണ് കണക്കുകൂട്ടൽ. മുൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ചീഫ് ടോം ഹോമന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുക. അതേസമയം കാലിഫോർണിയ, ഇലിനോയിസ്, മസാച്യുസെറ്റ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റ് ഗവർണർമാർ ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ടനാടുകടത്തൽ പദ്ധതി ചെറുക്കുമെന്ന് വ്യക്തമാക്കി. നിർമ്മാണം, കൃഷി, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലിബറലുകൾ നിരീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികൾ എന്നാണ് ട്രംപ് അന്ന് ആരോപിച്ചിരുന്നത്. അതേസമയം ഇക്കാര്യത്തിലെ തന്റെ പദ്ധതി എന്തെന്ന് ട്രംപ് ഇപ്പോഴാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.